എല്ലാവർക്കും ലവ്ലി ബേർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കുറച്ചു കാലമായി വീഡിയോയിൽ വന്നിട്ട് അതിനിടയ്ക്ക് ഞങ്ങൾക്ക് 2 കുട്ടികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരാള്, പിന്നെ ഒരു പെൺകുട്ടിയായിരുന്നു. അവളെ ഞങ്ങൾ കൊടുത്തു. ഇവൻ ഇന്ന് കൊടുക്കാൻ പോവാണ്. ഏകദേശം ഒരാഴ്ച ഇവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, അടുത്തല്ല, ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഞങ്ങൾക്ക് അവരെ കിട്ടിയത്. അപ്പോൾ അവർക്ക് 2 ആൾക്കും റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊടുന്നതാണ്. എന്നിട്ടിപ്പോൾ ഇവിടുന്ന് ഇവരെ പറഞ്ഞയക്കാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞുമോൻ ഇന്ന് പോവാണ്. ഇവൻ്റെ പെങ്ങള് ഒരു 4 ദിവസം മുന്നേ പോയി കേട്ടോ. ഇവന് നല്ല വിഷമമുണ്ട്. ഒരാഴ്ച ഉണ്ടായിട്ടുള്ള വെച്ചാൽ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു ഇവൻ. ഇങ്ങനെ ഞങ്ങളായിട്ട് വളരെ ഇണങ്ങിയൊരു കുട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവനെ കൊടുത്തയക്കാൻ നല്ല വിഷമമുണ്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇനിയും കുറേ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അവിടെ 6 കുട്ടികൾ, ഇവിടെ 8 കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെയൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ എത്തിക്കണം. നമുക്ക് തെരുവിൽ പൊലിഞ്ഞു പോകുന്ന ജീവിതങ്ങളാണ് ഇവരുടെ. ഏറ് കിട്ടിയിട്ടും അല്ലെങ്കിൽ വണ്ടി തട്ടിയിട്ടും അല്ലെങ്കിൽ കുറുക്കം പിടിച്ചിട്ടൊക്കെ ജീവിക്കാൻ തന്നെ മാർഗമില്ലാത്തൊരു കുട്ടികളാണ്. അപ്പോൾ ഇവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഡയറക്റ്റ് കൊടുക്കുന്ന 22ാമത്തെ കുട്ടിയാണിത്. ഞങ്ങളുടെ മണിക്കുട്ടിയുടെ കുട്ടികളും അതുപോലെ പുറത്തുനിന്ന് എടുത്ത കുട്ടികളായിട്ട് 22ാമത്തെ കുട്ടിയാണിത്. അത് കൂടാതെ ഞങ്ങൾ കൊണ്ടുവരാതെ തന്നെ ഞങ്ങൾ ത്രൂ പോയ കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അത്രയും കുട്ടികൾ ഞങ്ങൾ കാരണത്താൽ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഇവ മഹാകുറുമ്പനാണ് കേട്ടോ. അവനെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വാശി പിടിക്കുന്നത്. ഇവനെ കൊണ്ടുപോകാനുള്ള സമയമായിട്ടുണ്ട്, വണ്ടി എത്താറായിട്ടുണ്ട്. ഇവൻ പോകുന്നത് ആലുവയ്ക്കാണ്. ഇവന്റെ പെങ്ങൾ പോയത് ഇടുക്കിക്കാണ്. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. ഇവൻ പോകുന്നത് ആലുവയ്ക്കാണ് കേട്ടോ. ഞങ്ങൾ ഈ വീഡിയോ പിടിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടാ. ഇവനെ കൊടുത്തു വിട്ടിട്ടും കുറച്ച് ദിവസങ്ങളായി. പക്ഷേ ഞങ്ങൾക്ക് ഈ വീഡിയോ റിലീസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഹോസ്പിറ്റൽ കേസും മരണത്തിൻ്റെ ബാക്കി പത്രം ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മാവൻ മരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും അതിന് കഴിഞ്ഞപ്പോൾ അമ്മ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ നമ്മൾ ബ്ലോക്കായി പോയി. എല്ലാ ദിവസവും ഹോസ്പിറ്റലിലായിരുന്നു ഒരു 4-5 ദിവസം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ വീഡിയോ റിലീസ് ചെയ്യാൻ പറ്റിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു അപാകതയൊന്നും തോന്നേണ്ട കാര്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഇത് നേരത്തെ പിടിച്ചു വെച്ചു. നല്ല കുട്ടികളാണ്. അപ്പോൾ അവരെ നമുക്ക് ഇടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇടുന്നതാണ് കേട്ടോ. നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ ഇവനെ കൊടുത്തയച്ചത്. അപ്പോൾ നമുക്ക് സ്കൂട്ടിയിലൊന്നും പോകാൻ പറ്റില്ല, കാറിൽ തന്നെ പോകണം. കാരണം അത്രയ്ക്ക് പെരും മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവനെ ബാസ്ക്കറ്റിലൊക്കെ ആക്കി. ആദ്യം ബാസ്ക്കറ്റിൽ വെച്ചപ്പോൾ അവൻ ഒതുങ്ങി അതിൻ്റെ ഉള്ളിൽ ഇരുന്നു. പക്ഷേ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പതുക്കെ അവനെ ബാസ്ക്കറ്റിലാക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവൻ അതിലിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. ലോക്ക് ചെയ്യാത്ത പക്ഷം അവ അതിൽ നിന്ന് ചാടുന്നു ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഞങ്ങളും കരുതി ഏതായാലും കാറിലല്ല പോകുന്നത്, അപ്പോൾ അവിടെ എത്തിയിട്ട് ലോക്ക് ചെയ്യാമെന്ന് കരുതിയതാട്ടോ. നമ്മുടെ എല്ലാവരും മഴയായതുകൊണ്ട് ഇന്ന് ഇവിടെ ഉണ്ട്. മണിക്കുട്ടി ഉണ്ട്, ഉക്കറപ്പുണ്ട്, കുട്ടൂസുണ്ട്. മണിക്കുട്ടിക്ക് മനസ്സിലായി ഇവൻ പോവുകയാണെന്നുള്ളത്. മണിക്കുട്ടി പതിവ് പോലെ അവന് ഉമ്മയൊക്കെ കൊടുക്കാൻ വന്നു. ഉക്കറപ്പൻ അവിടെ കിടന്ന് നോക്കുന്നുണ്ട്. കുട്ടൂസും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ബാസ്ക്കറ്റിലാക്കിയ ആൾ ബാസ്ക്കറ്റിൽ നിന്നൊക്കെ ചാടി ഇറങ്ങി അവിടെ കളി തുടങ്ങി. ആ ചവിട്ടി എടുക്കുന്നുണ്ട്, ചവിട്ടിയിലൊക്കെ കളി തുടങ്ങിയിട്ടാണ്. മണിക്കുട്ടി വന്നിട്ട് ബാസ്ക്കറ്റൊക്കെ നോക്കുന്നുണ്ട്. ഉറപ്പല്ലേ, കാര്യങ്ങളൊക്കെ നോക്കി ക്ലിയർ ആക്കുന്നുണ്ട് അവൾക്കറിയാം ഇവനെ കൊടുത്തു വിടുക എന്നുള്ളത്. അപ്പോൾ അവളുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ബാസ്ക്കറ്റ് ഓക്കെ അല്ലേ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്നുള്ള ചെക്കിങ്ങൊക്കെ ഉണ്ട്. പക്ഷേ ആ കുഞ്ഞുമോനറിയില്ല അവൻ പോവാന്നുള്ളത്. അവൻ മണിക്കുട്ടീനെയൊക്കെ ആയിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട്. ചവിട്ടിയിലൊക്കെ വീണ്ടും അവൻ കയറി അവിടെ കിടന്ന് സുഖമായി കിടക്കുന്നുണ്ട്. പുറത്ത് മഴയും തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ വണ്ടിക്കാർ വരാമെന്ന് പറഞ്ഞ സമയം ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അധികം സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അവനെ ബാസ്ക്കറ്റിലേക്ക് ആക്കിയിട്ട് വണ്ടിയിൽ കയറ്റാൻ നോക്കുകയാണ്. അപ്പോൾ കാറിൽ കയറി കഴിഞ്ഞ് വീണ്ടും അവനെ ബാസ്ക്കറ്റിൽ നിന്ന് പുറത്താക്കി വയ്ക്കാം. പിന്നെ വണ്ടിയുടെ അടുത്ത് എത്തി വണ്ടിക്കാർ വരുമ്പോൾ നമുക്ക് അവനെടുത്ത് കൊടുക്കാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. കുടയെടുക്കാതെ പറ്റില്ല, കാരണം അത്രയ്ക്ക് നല്ല മഴയാണ് ഇന്ന് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ല, ഇത് കൊടുക്കുന്ന ദിവസം കേട്ടോ. നമ്മളിപ്പോൾ വോയിസ് ഇപ്പോഴാണ് കൊടുത്ത, വീഡിയോ അന്ന് എടുത്ത് വെച്ചതാണ്. വോയിസ് ഇപ്പോഴാണ് കൊടുക്കുന്നത്. മണിക്കുട്ടി നോക്കിയിരിക്കുന്നുണ്ട് പുറത്തേക്ക്.
അവൾ മഴ ആസ്വദിക്കാൻ തോന്നുന്നുണ്ട്. നമ്മുടെ കുഞ്ഞൻ ബാസ്ക്കറ്റിൽ നിന്നൊക്കെ വീണ്ടും ഇറങ്ങി അവൻ കളി തുടങ്ങിയിട്ടാ. അപ്പോൾ കാറൊക്കെ റിവേഴ്സ് എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇന്നൊരു പ്രത്യേകതയുള്ളത് എന്താ വെച്ചാൽ ആദ്യമായിട്ട് കുഞ്ഞിനെ കൊടുക്കാനായിട്ട് നമ്മുടെ കൂടെ പുതിയൊരാൾ വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം ആരാ വരുന്നതെന്നുള്ളത്. ഞാൻ കുഞ്ഞിനെ എടുത്ത് സീറ്റിൽ കൊണ്ടുവച്ചു. മഴയാണ്, അതുകൊണ്ട് ഓടി സീറ്റിൽ കൊണ്ടുവയ്ക്കണം. സീറ്റിൽ ബാസ്ക്കറ്റിൽ തന്നെ ഇറക്കിയിട്ട് തന്നെ സീറ്റിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ മണിക്കുട്ടിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ടുണ്ട്. അവൾ മഴയായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങണില്ല എന്നും കരുതിയിട്ട് നോക്കിയിരിക്കുകയാണ് അവൾ. ഇതാണ് പുതിയൊരാൾ കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു കുട്ടീനെ കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്നത്. ഞങ്ങളിപ്പോൾ 22ാമത്തെ കുട്ടീനെയാണ് നമ്മളായിട്ട് നേരിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ മണിക്കുട്ടിയുടെ കുട്ടികളും അതുപോലെ വിറക് വരയിൽ നിന്ന് എടുത്തു കൊടുന്നുള്ള കുട്ടികളും പിന്നെ ഇപ്പോൾ ഈ കൊടുന്ന കുട്ടികളൊക്കെ ആയിട്ട് 22ാമത്തെ കുട്ടിയാണ് നമ്മൾ നേരിട്ട് വണ്ടിയിൽ കയറ്റി വിടുന്ന കുട്ടി കേട്ടോ. അപ്പോൾ കിരണാണ് വരുന്നത്. അവൻ ഈ പരിപാടിയൊന്നും കണ്ടിട്ടില്ല നമ്മളെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊന്നും. അതുകൊണ്ട് അവനും വരാമെന്ന് പറഞ്ഞു. പിന്നെ മഴയല്ലേ, അപ്പോൾ മഴയൊന്ന് ആസ്വദിക്കാമെന്ന് കരുതി. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞൻ ബാസ്ക്കറ്റിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളവിടെ എത്തിയിട്ടാണ്. മഴയായതുകൊണ്ട് നമ്മുടെ വണ്ടിക്കാർ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കുഞ്ഞൻ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. അവനൊക്കെ ഒരു പുതിയ കാഴ്ചകളാണ്. കാറിൻ്റെ ഉൾവശം സ്റ്റിയറിങ്ങും ഒക്കെ ഇടയ്ക്ക് ഞങ്ങളെ നോക്കിയിട്ട് അവൻ ഇതൊക്കെ കണ്ടത് ഞങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് അവൻ. അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ഉള്ളിൽ തലയിടുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുത്ത് അവനെ നമ്മുടെ ഷോൾഡറിൽ കുറച്ച് നേരം കിടന്നു വിട്ടവൻ. ഞങ്ങൾക്ക് വിഷമമുണ്ട്, കാരണം ഒരാഴ്ച നമ്മുടെ കൂടെയായിരുന്നു അവൻ. ഒരു 6 ദിവസം നമ്മുടെ കൂടെയായിരുന്നു. നമ്മുടെ മോനെ പോലെ തന്നെ നമ്മൾ വളർത്തിയത്. അപ്പോൾ അത്രയ്ക്കും നമ്മുടെ കൂടെ ഇരുന്ന് അവനൊക്കെ പറഞ്ഞയക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിഷമമുണ്ട്. പക്ഷേ നമുക്ക് ഇനിയും കുട്ടികൾ വരുന്നുണ്ട്, കുറേ റിക്വസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. 4 ആൾ ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഇവനെ നിർത്താൻ പറ്റില്ല. ഇവനെ ഞാൻ നിർത്തണം എന്ന് ആഗ്രഹിച്ചൊരു കുട്ടിയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു കുട്ടിയായിരുന്നു ഇവൻ. അപ്പോൾ നമുക്ക് വണ്ടി വരാൻ കുറച്ച് ലേറ്റായി, കാരണം മഴയും ട്രാഫിക്കും റോഡ് ഒക്കെ ബ്ലോക്കൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നിന്ന് ഒരു വണ്ടിക്കാർ ഇവിടെ എത്താറായി എന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നിന്ന് കുടയൊക്കെ ചൂടിയിട്ടാണ് ഇറങ്ങി നിൽക്കുന്നത്. ഇപ്പോഴും നമ്മുടെ കുഞ്ഞൻ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. നല്ല മഴ തന്നെയാണ്. അപ്പോൾ കുട ചൂടിയിട്ട് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നിട്ടും നനയുന്നുണ്ട്, കാരണം ഒരു കുടയിൽ ഞങ്ങൾ 2 ആളും പിന്നെ കുഞ്ഞനും എല്ലാവരും കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ കുറേശ്ശെ നനയുന്നുണ്ട്. അവനും എന്തൊരു അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരമായില്ലേ കുട്ടി പുറത്തിറങ്ങിയിട്ട്. പിന്നെ അവൻ പോകുന്നത് ആലുവയ്ക്കാണ്. അതുകൊണ്ട് അധികം ദൂരമില്ല, ഒരു 2-4 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവിടെ എത്തും. അങ്ങനൊരു സൗകര്യമുണ്ട്. ഇപ്പോൾ ഇതാ വണ്ടിക്കാരെത്തി. നമ്മൾ കുഞ്ഞിനെ കൊടുത്തു, ബാസ്ക്കറ്റും കൊടുത്തു. ബാസ്ക്കറ്റിൽ പിന്നെ നമ്മൾ ടോക്കൺ നമ്പറും ആളുടെ സ്ഥലവും ആളുടെ പേരും ടെലിഫോൺ നമ്പറും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും അവർ റെക്കോർഡ് ആക്കണം അത് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അവർ എഴുതിയെടുത്തു. നമ്മൾ ഇതുവരെ കൊടുത്തു വിട്ടുള്ള എല്ലാ കുട്ടികളെയും ഈ ഒരു കമ്പനിയുടെ ഈ ട്രക്കിൽ തന്നെയായിട്ട് കൊടുത്തു വിട്ടിട്ടുള്ളത്. ഈ വാഹനത്തിൽ തന്നെ. ഈ വാഹനമല്ല, വാഹനം മാറി മാറി വരും, ഡ്രൈവർമാരും മാറി മാറി വരും. പക്ഷേ ഈ കമ്പനി ദിമോറ എന്ന് പറഞ്ഞ ഈ കമ്പനിയിൽ തന്നെയായിട്ട് നമ്മളെല്ലാ കുട്ടികളെയും കൊടുത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ അത് അവർ പോയപ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുമണി അവിടെ എത്തിയിട്ട് ശേഷം അവർ അയച്ചു തന്ന ഫോട്ടോയും വീഡിയോ ഒക്കെയാണ് കേട്ടത്.